നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വർഷം 2014. അന്നേ ശബരിമലയിൽ അയ്യപ്പൻ വിധിച്ചു, ക്ഷേത്ര നടത്തിപ്പുകാർക്ക് ജയിൽവാസം, അപായം, മാനഹാനി സംഭവിക്കും. പക്ഷെ അതിപ്പോൾ എങ്ങനെ, ഏത് രൂപത്തിൽ എന്നുള്ളത് ആരും കരുതി കാണില്ല. അത് 2025 തുടങ്ങുമെന്ന്. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുമ്പോൾ 10 വർഷം മുമ്പ് നടന്ന ഒരു ദേവപ്രശ്ന വിധിയിലെ പ്രവചനങ്ങളാണ് വീണ്ടും ചർച്ചയാകുന്നത്. 2014 നടന്ന ദേവപ്രശ്നത്തിൽ ശബരിമല ക്ഷേത്ര നടത്തിപ്പുകാർക്ക് ജയിൽവാസം, അപായം, മാനഹാനി എന്നിവയുണ്ടാകുമെന്ന് കൃത്യമായ സൂചനകൾ ഉണ്ടായിരുന്നു. നിലവിൽ സ്വർണ്ണക്കൊള്ള കേസിൽ ഉന്നതർ ജയിലിലായതോടെ അന്ന് കണ്ടത് വെറുമൊരു പ്രവചനമല്ല, മറിച്ച് വരാനിരിക്കുന്ന ദുരന്തങ്ങളുടെ മുന്നറിയിപ്പായിരുന്നുവെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ശബരിമലയിലെ കൊടിമരം മാറ്റണമെന്ന നിർദ്ദേശം നൽകിയതും ഇതേ ദേവപ്രശ്നത്തിലാണ്. 18ാം പടിയുടെ സ്ഥാനവും അളവും മാറ്റരുതെന്നും, എന്നാൽ ഭക്തർക്ക് പിടിച്ചു കയറാൻ കൈവരി നിർമ്മിക്കാനും അനുവാദം നൽകിയതും ഇതേ ദേവപ്രശ്നത്തിലാണ്. 2014 ജൂൺ 18 ഒരു ബുധനാഴ്ചയാണ് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതന്മാരായ ചെറുവള്ളി നാരായണൻ നമ്പൂതിരി, കൂറ്റനാട് രാവുണ്ണിപ്പണിക്കർ, തൃക്കുന്നപ്പുഴ ഉദയകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ശബരിമലയിൽ ദേവപ്രശ്നം നടന്നത്. ഇതിലെ പ്രധാന വിധികൾ ഇവയൊക്കെയായിരുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വ്യവഹാരങ്ങൾ നേരിടേണ്ടി വരുമെന്ന്, ജയിൽവാസം വരെ അനുഭവിക്കേണ്ടി വരുമെന്നും അന്ന് തെളിഞ്ഞിരുന്നു. രണ്ടാമത്തേത് കൊടിമരമാറ്റം. ഈ വിധി പ്രകാരമാണ് 2017 ശബരിമലയിലെ കൊടിമരം പുതുക്കി പണിതത്. ക്ഷേത്ര കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും, അശ്രദ്ധ കാണിച്ചാൽ ദേവകോപം ഉണ്ടാകുമെന്നും ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു. അന്ന് ദേവപ്രശ്ന വിധിയിൽ സൂചിപ്പിച്ചതുപോലെ ക്ഷേത്രവുമായി അടുത്ത് പ്രവർത്തിച്ചവരും നിർണായക തീരുമാനങ്ങൾ എടുത്തവരുമാണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ള കേസിൽ ആരോപണ നിഴലിലുള്ളതും ജയിലിൽ കഴിയുന്നതും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ളവരെ വേണ്ടത്ര പരിശോധനകളില്ലാതെ ശബരിമലയിൽ നിയോഗിച്ചതാണ് ഇപ്പോൾ ഉണ്ടായ ദുഷ്പേരിനും മാനഹാനിക്കും കാരണമെന്ന് വിശ്വാസികൾ ചൂണ്ടിക്കാട്ടുന്നു. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ഒരു പഴുത് കൊടുത്തതോടെ അയ്യപ്പന്റെ എല്ലാ വസ്തുക്കളും അവിടെ നിന്ന് അടിച്ചു മാറ്റുകയാണ് ചെയ്തത്. അയ്യപ്പന്റെ ചൈതന്യത്തിന് അഹിതമായ പലതും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ടെന്ന അന്നത്തെ കണ്ടെത്തലുകൾ വിശ്വാസികളെയും ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്നാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. സംഭവം നടന്ന കാലയളവിൽ മന്ത്രിയായിരുന്നതിനാൽ ഇത്തരം ആക്രമണങ്ങൾ താൻ പ്രതീക്ഷിച്ചിരുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹൈക്കോടതി നേരിട്ട് നിശ്ചയിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. എന്നാൽ ഇതിലേക്ക് തന്റെ പേര് വലിച്ചിഴയ്ക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ക്ഷേത്രങ്ങളിലെ ആഭരണങ്ങളുടെയോ സ്വർണത്തിന്റെയോ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് ദേവസ്വം മന്ത്രിക്ക് പരിമിതികളുണ്ട്. ഇത്തരം ഭരണപരമായ കാര്യങ്ങളിൽ മന്ത്രിക്ക് നേരിട്ട് പങ്കില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണെന്നും കടകംപള്ളി ചൂണ്ടിക്കാട്ടി. ഉയർന്നു വന്ന ഓരോ ആരോപണങ്ങൾക്കും താൻ മുൻപ് തന്നെ കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. പുതുതായി പുറത്തു വരുന്ന വാർത്തകളിൽ ഇനിയും കൂടുതൽ വിശദീകരിക്കാൻ ഒന്നുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങുന്നെന്ന വാർത്തകൾക്കിടയിലാണ് മുൻ മന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കോൺക്രീറ്റ് കൊടിമരം ചിതലരിച്ചെന്നും തുരുമ്പെടുത്തെന്നും പറഞ്ഞ് പുതിയ കൊടിമരം സ്ഥാപിച്ചത് തന്നെ തട്ടിപ്പെന്ന തരത്തിലായിരുന്നു ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രചാരണം. ഇത് നുണയെന്ന് തെളിയിക്കുന്നതാണ് ദേവപ്രശ്നത്തിൽ ചാർത്ത്. ചെറുവള്ളി നാരായണ നമ്പൂതിരി, കൂറ്റനാട് രാവുണ്ണിപ്പണിക്കർ, തൃക്കുന്നപ്പുഴ ഉദയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ദേവപ്രശ്നത്തിലാണ് കൊടിമരം മാറ്റണമെന്ന് നിർദ്ദേശിക്കുന്നത്. 2 കാരണങ്ങളാണ് അതിന് പറയുന്നത്. കൊടിമരത്തിൽ അനർഹമായ ലേപനം പൂശിയത് ദോഷമാണെന്നും ജീർണതയുണ്ടെന്നും. അനർഹമായ ലേപനം എന്ന് കണ്ടത് കൊടിമരത്തിലുണ്ടായ പൊത്തു മറയ്ക്കാനായി പെയിന്റ് അടിച്ചതിനെയാണ്. ഇത് കാരണം കോൺക്രീറ്റ് കൊടിമരം മാറ്റി തടി കൊണ്ടുള്ള കൊടിമരം വേണമെന്ന് ദേവപ്രശ്ന വിധി. ഇതോടെ ദേവസ്വം ബോർഡോ തന്ത്രിയോ അല്ല കൊടിമരം മാറ്റത്തിന് പിന്നിലെന്ന് വ്യക്തമാകുന്നു. ദേവപ്രശ്നം നടന്നത് 2014 ജൂൺ 18 അന്ന് MP ഗോവിന്ദൻ നായർ പ്രസിഡന്റായിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ നിയോഗിച്ച ബോർഡാണുള്ളത്. ഇവരാണ് കൊടിമരം മാറ്റാൻ തീരുമാനിച്ചതും നടപടികൾ തുടങ്ങിയത്. പിന്നീട് 16 മാസങ്ങൾക്ക് ശേഷമാണ് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും അടങ്ങിയ ബോർഡ് അധികാരമേൽക്കുന്നത്.
അതിനാൽ കൊടിമരം പുനഃപ്രതിഷ്ഠയ്ക്ക് പിന്നിൽ പ്രയാറിന്റെ ബോർഡ് എന്ന ആക്ഷേപവും നിലനിൽക്കില്ല. ഇതോടെ 2017 ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള നീക്കങ്ങൾ സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള രാഷ്ട്രീയ നീക്കമെന്ന നിലപാടും അല്ലെങ്കിൽ ആക്ഷേപവും ബലപ്പെടുകയാണ്. അതിനിടെ കൗതുകരമായ പ്രവചനവും ദേവപ്രശ്നത്തിലുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ടവർക്ക് മാനഭംഗവും ജയിൽവാസവുമാണ് 2014 ദേവപ്രശ്നത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷമാണ് സ്വർണ്ണക്കൊള്ള നടക്കുന്നത്. 11 വർഷങ്ങൾ കഴിയുമ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട 10 പേർ ജയിലിലുമായി. അന്ന് വിധിച്ചിട്ടുള്ള ഈ ഒരു ദേവപ്രശ്നമാണ് ഇന്ന് ചർച്ചയാകുന്നത്. ഒരുപക്ഷെ അന്നത്തെ ദേവപ്രശ്നം പിന്നീട് വന്നിട്ടുള്ള ദേവസ്വം ബോർഡിൽ ഓരോ ഭരണാധികാരിയും വലിയ കാര്യമായി എടുത്തു കാണില്ല. കാരണം വിശ്വാസമില്ലാത്തവരാണ് ദേവസ്വം ബോർഡിലുള്ളത്. അങ്ങനെയുള്ളവർക്ക് ഇത്തരത്തിൽ വിശ്വാസികളെ പറ്റിച്ചുകൊണ്ട് ശബരിമലയിൽ വലിയൊരു കൊള്ള നടത്താനും അതുകൊണ്ട് തങ്ങളുടെ കീശ വീർപ്പിച്ചു നടക്കാനും സാധിക്കുകയുള്ളൂ. അതിൻ്റെ എല്ലാം തന്നെ കർമ്മഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 10ഓളം പ്രതികളാണ് ദേവസ്വം ബോർഡിൽ നിന്നും സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്നത്. ഇനിയും ആരൊക്കെ ഈ കൊള്ളയിൽ പങ്ക് പറ്റിയിട്ടുണ്ട് അവർക്കൊക്കെ തന്നെ വിധിച്ചിരിക്കുന്നതും ഇതേ ജയിൽവാസം തന്നെയാണ്. ഇപ്പോൾ ആ 2014 വിധിയാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത്. ആ ദേവപ്രശ്നം അല്ലെങ്കിൽ അയ്യപ്പൻ അന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ ഇപ്പോൾ സത്യമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അടുത്തതിനെ ആരിലേക്ക് എന്നുള്ള ചോദ്യം കൂടിയാണ് ഇവിടെ ഉയർന്നു കേൾക്കുന്നത്.